നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശുകബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ, പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ, ഭാസ്കരസൂനോ പരാക്രമവാരിധേ, ഭാനുതനയനാം ഭാഗധേയാംബുധേ, വാനരരാജ മഹാകുലസംഭവ, ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തു തേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായോരു കേവലമെന്നുട ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്ന അന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുഗോക്തികൾ കേട്ടു കവികുലമുത്ഥായ ചാടിപ്പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ, രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരാ, ഹതോഹം പ്രവാഹിമാം. ഇത്തം സുഖപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ, വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ. ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുവെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്ക്. കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളോ അർക്കാന്വയോത്ഭവൻ താനുമരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ടൂനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ, ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കവിബലം
ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടോരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ട് ഏറ്റവും ദീർഘചിന്താന്വിതം ചീർത്ത ഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരേ കിഴക്കു നോക്കി തൊഴുതർണോജൻ ലോചനനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നോടെ എന്നുമേ നഷ്ടമാക്കിയിടുവൻ. വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ. വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്ര നക്രതിമിക്ഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു തത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം വിഷ്ണോ ജഗൽപദേ ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം രാമാ രമാപദേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ അത് ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ
തത്തമോദ്ഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമ ദയാനിധേ. മായയാ ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിത്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയം അമോഘമതിന്നിഹ വേണം ഒരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്യുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിടുമാ ഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിതാതരാൽ. ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയെ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാതൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതു. ഉടനബ്ധിയും മെല്ലെ മറഞ്ഞ് അരുളീടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയ ചെയ്തിതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമി എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധവു രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടുവണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം.
എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതം അദ്രിപാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത് 20 യോജന പിറ്റേന്നാൾ. 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23-ഉം 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം. ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ, താരേയ കണ്ടേ സുമിത്രാതനയനും. ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ. നോക്കിയ നേരത്തു കണ്ടീല ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജപ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദസങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാലപരിഖ ശതഘ്നീ സമന്വിതം. പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീഹിച്ചു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈകൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണ ശുക സംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോതവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം. മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതന്നുത്തര തീരോപരി ചെന്നൊരന്തരം എന്നിയേ ഞാൻ. തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനവധ്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീള നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക. സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നുഴറിച്ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിന്നു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു. പുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ. കവിപുങ്കവപാലിതം പർവ്വതസന്നിഭന്മാരായ വാനരർ ഉർവികുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം.
സംഖ്യയും ആർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മ കിഞ്ചൽക്കസമപ്രഭൻ. വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അതിശൃംഗോപമൻ തൽപാർശ്വസീമ്നി നിൽക്കുന്നത് വാതജൻ. ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജതസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളൻ അതിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാംബരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴിപോലെ. വൈരം അവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതാസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ ഹന്ത. ജഡാത്മകമായ കായത്തിങ്കലെന്തൊരാസ്താ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദി മൂലമായി സമ്പതിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നു കൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയനാത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ.
രാമനെ തത്ര സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊൾകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം ശുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും. ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ രാമണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരെ നിർജ്ജര വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലോ ശുകാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ. കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തദായാതുധാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ. ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാജൊന്നാൻ ശുഗനോടു മന്ദഹാസാന്നിധം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ. ഛാഗമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെയെന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിത്. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം? മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമിതി ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പുകൊണ്ടു കണ്ടോരളവുൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം വദയാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം.
ഞാനുമതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാ വിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും മേലി നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തിയെ 4 പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. സാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണമാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോപരനുമിരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്ന ദുഷ്ടമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും. ഘോരദംഷ്ട്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ഡനായി ഏറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയേ. സീതയെ കൊണ്ടുപോയി രാമപാദേ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊള്ളുകദ്വയനാകും പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാതിഷം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമോഗ്നി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ
രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവൻ കോട്ടയിൽ പുക്കളച്ചത്യന്ത ഭീത്യ വസിക്കയിൽ അത്ര നാം ഭേരീ മൃദംഗടക്കാപണവാനാകം ദാരുണഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വരണാശോഷ്ട്ര കരഹരി ശാർദൂല സൈരിഭ സ്യന്തനമുഖ്യയാനങ്ങളിൽ ഖഡ്ഗ ശൂലേഷു ചാപ പ്രാസതോമരമുൽഗരയഷ്ടി ശക്തിശ്ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായ യുദ്ധത ബുദ്ധിയോടപ്തികൾ അദ്രികളുർവിയും തൽക്ഷണമുദ്ധൂതമായതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടുമുത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരേ ബാലീതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്ര വിഭീഷണമിത്ര സംയുക്തനായി ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെക്കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെക്കൊണ്ടും ഉർവീരുഹ കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൾഗരപംക്തികൾ പിണ്ടിപാലങ്ങളും സ്തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭപൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും ആർത്തിമുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തുമറിവതിനായി അയച്ചിടിനാൻ ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ. രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസും ധനുസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലാം മാറു വച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരേ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദമശേഷമകലക്കളക നീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ല വണ്ണം വരും 4 നാളുൾ ഉള്ളിലിങ്ങില്ലൊരു സംശയം കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യന നിർണയം. ഇത്തം സരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും മംഗളദേവതാ വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിൽ അമ്മാറു വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായെങ്കിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും
രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? യുദ്ധമധിക്ഷേപ വാക്കുകൾ കേട്ടതിക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നെയ പ്രാസാദവും തകർത്തിടിനാനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൾസുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൾഗരജാലവും ചക്രങ്ങളും പരിഹങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും. വാരണനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണുലിനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴുങ്ങി പ്രപഞ്ചവുമെങ്ങുമിടതൂർന്നു മറ്റൊലിക്കൊണ്ടുതേ. ജംഭാരി മുമ്പാം നിലിംബരും കിന്നര പുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ. തുങ്കനാമിന്ദ്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതിന്നു കപീന്ദ്രനും. സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും. നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാം രഘൂത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംബരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു ബദ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതന്നവൻ. വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. ഹാഹാവിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ധിതോയം ദ്വിധാ ഭിത്വാ സ്വപക്ഷയും പക്ഷയുഗ്മോ ധൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്തനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനബദ്ധം സമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ. താർഷ്യനും ഉന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ
മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരവരും. ഇങ്ങെന്തൊരു വിസ്മയം, നന്നു നന്നെത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ. വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായി യുദ്ധവും എത്രയും. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഹ ഗദാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റുപൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗദയുമെടുത്തുടൻ പാരിലാമാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരയൊടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗദ കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതിനാകുലമെന്നിയെ. പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനീറുകൊണ്ടുംബർപുരത്തിങ്കലാം മാറു ചെന്ന് സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനൻ. വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷ വാനരന്മാരെ ജയിച്ചഭിമാനകീർത്തിയാ വരികെന്നയച്ചീടിനാൻ. ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായത് അനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്ത്യാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധൗ. വാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുശ്യവനാരിപ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജ രാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ചു നേരം അവൻ വന്നുകൂപ്പിനാൻ. നീ അറിഞ്ഞീലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ.
പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങനെ വൻപടയോടും നടന്നിത്. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ടു ദക്ഷോഗണത്തെ ഒടുക്കിത്തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവനന്ദനൻ ജാമ്പവാൻ കുംഭകനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പൊക്കിരുന്നരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. രാവണന്റെ പുറപ്പാട് ഇനി നാളെ. ശുകൻ പോകുന്ന കഥ. ഇതിനിടയിൽ രാവണന് ഒരു ദൂതനെ വിടുന്നു. രാമൻ്റെ അടുത്തേക്കല്ല, സുഗ്രീവൻ്റെ അടുത്തേക്ക്. ഞാൻ ബാലിയുടെ സ്നേഹിതനാണ്. ഹേയ്, അപ്പോൾ നീയും എൻ്റെ അനുജനെപ്പോലെ തന്നെ. നമ്മൾ തമ്മിൽ എന്തിനു വൈരം? രാമൻ്റെ ഭാര്യയെ കട്ടുകൊണ്ട് പോന്നു. അതിന് നിനക്കെന്താ? സേനയെയും കൊണ്ട മര്യാദയ്ക്ക് കിഷ്കിന്ധയ്ക്ക് തിരിച്ചു പോയിക്കോളൂ. ഈ ലങ്കയിലേക്ക് മനുഷ്യർക്കോ വാനരർക്കോ ഒന്നും വരാനാവില്ലടോ. ഇത് കേട്ട വാനരന്മാർ ചെന്ന് ശുകനെ പിടിച്ച ഊടുപാട് ഇടിച്ചു കളഞ്ഞു. ശുകൻ അയ്യയ്യോ, എന്നെ കൊല്ലുന്നേ, രാമപ്രഭോ എന്ന് വിളിച്ച് രക്ഷിക്കണേ എന്ന് കരഞ്ഞു. വിളിച്ചത് കേട്ട് വാനരന്മാരെ രാമൻ തടഞ്ഞു. എന്താണ് ഞാൻ മറുപടി പറയേണ്ടത് എന്ന് സുഗ്രീവനോട് ചോദിച്ചപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, സീതാദേവിയെ കട്ടവനെ കുടുംബത്തോടെ മുടിച്ച് ദേവിയെ തിരികെ കൊണ്ടുപോരണം, മറ്റൊന്നും പറയാനില്ലെന്ന് സുഗ്രീവൻ അറിയിച്ചു. ഇവനെ പിടിച്ചുകെട്ടെ, ഞാൻ പറഞ്ഞിട്ട് വിട്ടാൽ മതിയെന്ന് രാമൻ വാനരന്മാരോട് പറഞ്ഞു. ഇപ്രകാരം ശുകൻ ബന്ധനസ്ഥനായി. ശാർദൂലൻ എന്ന ഒരു രാക്ഷസദൂതൻ ഇതെല്ലാം രാവണനോട് ചെന്ന് ഇത്രയും വലിയൊരു പട ഇവിടെയുണ്ട് എന്ന്, ഈ അദ്രി സമീപേ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ട് രാവണനാകെ അസ്വസ്ഥനായി. രാമൻ സുഗ്രീവനെയും വിഭീഷണനെയും ഒക്കെ വിളിച്ച് എങ്ങനെയാണ് ഇനി ഈ കടൽ കടക്കുക എന്നുള്ള കാര്യത്തിന് ചർച്ച നടത്തി. എങ്ങനെയാണ് ഈ പാരാവാരം കടക്കുക? എല്ലാവരുടെയും അഭിപ്രായം വരുണദേവനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇത് കേട്ട് ശ്രീരാമൻ കടൽ തീരത്ത് ദർഭ വിരിച്ച് അവിടെ 3 ദിവസം മുഴുവൻ ഉപാസന ചെയ്തു. 3 ദിവസം കഴിഞ്ഞിട്ടും വരുണദേവൻ പ്രത്യക്ഷപ്പെടാത്തതിനെ തുടർന്ന് കോപം പൂണ്ട് ക്ഷമയും ഫലിക്കുന്നില്ലെന്ന് കണ്ട് തൻ്റെ വില്ലെടുത്തു. വില്ലുകുലച്ച് ഘോരമായ അമ്പുകൾ സമുദ്രത്തിലേക്ക് എയ്തുവിട്ടു. കൂറ്റൻ തിരമാലകൾ പൊങ്ങി വന്നു. അവ ധൂമാവൃതമായി കടലാകെ തിളച്ചു മറിഞ്ഞു. ഭീമാകാരങ്ങളായ നക്രങ്ങളും മകരങ്ങളും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊങ്ങി വന്നു. ശംഖങ്ങളും ചിപ്പികളും പൊങ്ങിപ്പരന്നു. ആയിരക്കണക്കിന് തിരമാലകൾ വട്ടം കറങ്ങി ചുഴികളായി ഉരകരാക്ഷസാദികളും മുതലകളുമെല്ലാം അവയിൽപ്പെട്ട് വട്ടം തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ വരുണദേവൻ പ്രത്യക്ഷനായി. പ്രകൃതിയുടെ സ്വഭാവങ്ങൾ മാറ്റാനാവില്ലല്ലോ. പൃഥിവിയും തേജസ്സും വായുവും ആകാശവും ജലവും പഞ്ചഭൂതങ്ങൾ സ്വഭാവേന വ്യത്യാസപ്പെടാത്ത അതിരുകളിൽ വർത്തിക്കുന്നവയാണ്. അഗാധമായ ദുസ്തര സ്വഭാവമുള്ള എൻ്റെ അടി കാണാനാവുന്നത് സ്വഭാവവിരുദ്ധമായി തീരും.
കാമത്താലോ ലോഭത്താലോ ഭയത്താലോ ഒന്നുകൊണ്ടും ഈ ജന്തുജാലങ്ങൾ നിറഞ്ഞ ജലത്തെ സ്തംഭിപ്പിക്കാനാവില്ല. അങ്ങയുടെ കൂടെയുള്ള നളൻ എന്ന വാനരൻ വിശ്വകർമാവിൻ്റെ മകനാണ്. അക്കരെ എത്തുന്നതിന് പാലം നിർമ്മിക്കാൻ അവനാവും. സേതു നിർമ്മിക്കുന്നതിന് വരുണ ഭഗവാൻ അനുവാദം നൽകി. രാമൻ കുലച്ച ബാണം എവിടേക്ക് അയക്കണമെന്ന് രാമൻ ചോദിച്ചപ്പോൾ വടക്ക് ദിക്കിലുള്ള ഒരിടത്ത്, പാപാത്മാക്കളുള്ള ഇടത്ത് ഒരു ലോകമുണ്ട്, അവിടത്തേക്ക് അയക്കാമെന്ന് സമുദ്രദേവൻ അറിയിച്ചു. അവിടെ ബാണം പതിച്ച് ആ ദേശവും പാപമുക്തമായി. ഗുപ്തമായിരുന്ന തൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ വിശ്വകർമാവിൻ്റെ മകനായ നളൻ ആവേശഭരിതനായി സേതു നിർമ്മിക്കുന്നതിന് ആരംഭിച്ചു. വാനരന്മാർ ഉത്സാഹത്തോടെ ഓടിപ്പോയി മരങ്ങളും പാറക്കെട്ടുകളും ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് ശേഖരിച്ച് അവിടെ എത്തിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ ദിനം 14 യോജന, പിറ്റേന്ന് 20 യോജന, മൂന്നാം ദിനം 21 യോജന, നാലാം ദിനം 22, അഞ്ചാം ദിനം 23 എന്നിങ്ങനെ യോജനകളായിട്ട് 5 ദിവസം കൊണ്ട് 100 യോജന സമുദ്രവും ബന്ധിച്ചു. രാമൻ ഹനുമാന്റെ ചുമലിലും ലക്ഷ്മണൻ അംഗദന്റെ ചുമലിലുമായും വാനര സൈന്യം മുഴുവൻ പാലത്തിൽ കൂടി ലങ്കയിലെത്തി. സുബേല പർവ്വതത്തിന് മുകളിൽ നിന്ന് ലങ്കാനഗരം കണ്ട ശ്രീരാമൻ അതിൻ്റെ പ്രഭാവം കണ്ട് വിസ്മയിച്ചു. ഇനി ബന്ധനത്തിൽ കിടക്കുന്ന ശുകാസുരനെ രാവണൻ്റെ അടുത്തേക്ക് അയക്കുന്നതിന് നിർദ്ദേശം നൽകി. ശുകനെ കണ്ട രാവണൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഉപദ്രവിച്ച വാനരന്മാരെ പറ്റിയും അപ്പോൾ രാമൻ രക്ഷിച്ചതിനെപ്പറ്റിയും പറഞ്ഞു. രാമന് സീതയെ കൊടുക്കുകയോ അല്ലെങ്കിൽ യുദ്ധമോ എന്ന് തീരുമാനിക്കാൻ രാമൻ പറഞ്ഞിരിക്കുന്നു എന്നും ശുകൻ പറഞ്ഞു. കവിസേനയിലുള്ള മുഖ്യന്മാരെ എല്ലാം ശുകൻ രാവണന് പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ ബലപരാക്രമങ്ങൾ വർണ്ണിച്ചു. ഇത്തരം 67 കോടി വാനരന്മാരാണ് ഈ സൈന്യത്തിലുള്ളത്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നും സീതയെ കൊടുത്ത് രക്ഷപ്പെടാനും ശുകൻ രാവണനെ ഉപദേശിച്ചു. ഇല്ലാത്ത പക്ഷം രാവണനെ കൊന്നത് തന്നെ എന്നും പറഞ്ഞു. ആത്മാവിനെ പറ്റിയും പുണ്യപാപങ്ങളെ പറ്റിയുമെല്ലാം പറഞ്ഞ ശുകനോട് രാവണൻ ക്രുദ്ധനായി പ്രതികരിച്ചു. തൽക്കാലം കൊല്ലാതെ വിടുകയും ചെയ്തു. കഴിഞ്ഞ ജന്മത്തിൽ ശുകൻ ഒരു ബ്രാഹ്മണനായിരുന്നു. വാനപ്രസ്ഥകാലത്ത് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയം വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ ശുകനെ ഉപദ്രവിക്കാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. ഒരിക്കൽ അഗസ്ത്യമുനി ശുകൻ്റെ ആശ്രമത്തിലെത്തി. അദ്ദേഹം സ്നാനത്തിന് പോയ സമയം ഈ രാക്ഷസൻ അഗസ്ത്യമുനിയുടെ രൂപം ധരിച്ച് ശുകൻ്റെ അടുത്തെത്തി ആട്ടിൻമാംസം കഴിക്കാൻ താല്പര്യമുണ്ടെന്നറിയിച്ചു. ശുകപത്നിയുടെ രൂപത്തിൽ ഇയാൾ മർത്യമാംസം പാചകം ചെയ്ത് മാംസഭക്ഷണവും അഗസ്ത്യമുനിക്ക് വിളമ്പി. മർത്യമാംസം കണ്ട് കോപിച്ച മഹർഷി ശുകനെ രാക്ഷസനാവട്ടെ എന്ന് ശപിച്ചു. കാര്യങ്ങളെല്ലാം ശുകൻ അറിയിച്ചപ്പോൾ മുനി ഇത് വജ്രദംഷ്ട്രൻ്റെ ചതിയാണെന്ന് അറിഞ്ഞ് രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിന് വരുമ്പോൾ സഹായം ചെയ്യുകയും പിന്നെ ബ്രാഹ്മണനായി തന്നെ ഭവിക്കുമെന്നും ശാപമോക്ഷവും നൽകി. ഇത്രയുമായപ്പോൾ രാവണൻ്റെ മാതാവ് കൈകസിയുടെ പിതാവായ മാല്യവാൻ രാവണൻ്റെ അടുത്തെത്തി. സീതയെ കൊണ്ടുവന്ന നാൾ മുതൽ ലങ്ക മുഴുവൻ ദുർനിമിത്തങ്ങളാണ്. ജാനകിയെ രാമന് കൊടുത്ത് നമ്മുടെ നാട് തന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് അപേക്ഷിക്കുന്നു. പക്ഷെ രാവണൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. യുദ്ധം തുടങ്ങാൻ രാമലക്ഷ്മണന്മാരും വിഭീഷണനും കവിസൈന്യവുമെല്ലാം ഒരുങ്ങി. രാവണനാവട്ടെ ലങ്കയിലാവട്ടെ പ്രഹസ്തൻ കിഴക്കു ഭാഗത്ത്, വജ്രദംഷ്ട്രൻ തെക്കു ഭാഗത്ത്, പടിഞ്ഞാറ് ഇന്ദ്രജിത്ത്, വടക്ക് രാവണൻ എന്നിങ്ങനെ യുദ്ധസന്നദ്ധരായി. കവിസൈന്യത്തിലോ നീലൻ കിഴക്കും തെക്ക് അംഗദനും പടിഞ്ഞാറ് ഹനുമാനും വടക്ക് രാമലക്ഷ്മണന്മാരും വിഭീഷണനും നിലയുറപ്പിച്ചു. വടക്കാണല്ലോ നമ്മുടെ രാവണന് നിൽക്കുന്നത്.
വാനരന്മാർ കല്ലും മരങ്ങളും ആയുധമാക്കി ലങ്ക തകർത്തുകൊണ്ടിരുന്നു. രാക്ഷസർ കുന്തങ്ങൾ, ശൂലങ്ങൾ, മുസലങ്ങൾ എന്നിവയെല്ലാം കൊണ്ട് അവരും യുദ്ധം ചെയ്തു. ഇതിനിടയിൽ സൈന്യബലമറിയാൻ വാനരരൂപം ധരിച്ച ശാർദൂലൻ തുടങ്ങിയ രാക്ഷസര് ഈ സൈന്യത്തിനിടയ്ക്കെത്തി. വാനരരൂപം ധരിച്ച് വാനരന്മാർ അവരെ പിടികൂടി രാമനെ ഏൽപ്പിച്ചു. രാമൻ പക്ഷേ അവരോട് ക്ഷമിച്ചതിനാൽ അവരും ശുകനെ പോലെ രാമഭക്തരായി. യുദ്ധത്തിലെ തോൽവി കണ്ട രാവണൻ വിദ്യുജിഹ്വൻ എന്ന മായാവി രാക്ഷസനെ കൂട്ടുപിടിച്ച് രാമശിരസ്സാണെന്ന രൂപത്തിൽ സീതയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. സീതാദേവി ഇത് കണ്ട് ബോധം കെട്ട് വീണുപോയി. അപ്പോൾ ഒരു ദൂതൻ വന്ന് രാവണനെ കൊണ്ടുപോയി. അവിടെ യുദ്ധത്തിൻ്റെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ സമയം വിഭീഷണ ഭാര്യ സരമ വന്ന് ഇത് ചതിയാണെന്നും പറഞ്ഞ് സീതയെ ആശ്വസിപ്പിച്ചു. ദേവന്മാരെല്ലാം ഈ വൻ യുദ്ധം കാണാൻ ആകാശദേശം നിറഞ്ഞു. അങ്കദനോട് യുദ്ധത്തിൽ തോറ്റുപോയ ഇന്ദ്രജിത്ത് മായാജാലം കൊണ്ട് മറഞ്ഞിരുന്ന നാഗാസ്ത്രമെയ്ത് രാമനെയും ലക്ഷ്മണനെയും ബോധഹീനരാക്കി. എല്ലാവരും ദുഃഖിതരായി അവിടെ ഇരുന്നപ്പോൾ വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡൻ അവിടെ എത്തി അവരെ നാഗാസ്ത്രത്തിൽ നിന്നും മോചിപ്പിച്ചു. രാമനും ലക്ഷ്മണനും മരിച്ചെന്ന് കരുതിയ രാവണനും ഇന്ദ്രജിത്തും വിഷണ്ണരായി വീണ്ടും രാക്ഷസവീരന്മാരെല്ലാം കവികളോട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്നത് കേട്ട് രാവണൻ കോപിഷ്ഠനായി. നാളെ രാവണൻ തന്നെ യുദ്ധത്തിനിറങ്ങുന്നത് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.